ഇടത് വലതു മുന്നണികൾ കേരളത്തിൽ നടത്തുന്ന രാജ്യവിരുദ്ധ പ്രീണനം മറച്ചുവെക്കാനാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയം പെരുപ്പിച്ചു കാണിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. വിഷയത്തിൽ ഇടപെടാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മന്ത്രിമാരെ അയച്ചില്ല എന്നും കോൺഗ്രസ് എന്തുകൊണ്ട് പ്രതിനിധി സംഘത്തെ നിയോഗിച്ചില്ല എന്നും ഷോൺ ജോർജ് ചോദിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ വിവിധ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. രാഷ്ട്രീയമായി മുതലെടുപ്പിനുള്ള ശ്രമം കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ ശക്തമായി നടത്തുന്നു. ഇപ്പോൾ ബി.ജെ.പി. നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. ഈ വിഷയത്തിൽ ബി.ജെ.പി. എടുത്ത നിലപാടുകൾ, ബി.ജെ.പി. എടുത്ത നടപടികൾ സംസ്ഥാന ഘടകവും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരുമായി ബന്ധപ്പെട്ട് നടത്തിയ വിഷയങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ വിഷയത്തിൽ CPM ഉന്നയിക്കുന്നത് ഇവിടെ പ്രീണനവും അവിടെ പീഡനവും എന്നാണ് CPM-ഉം കോൺഗ്രസും എല്ലാം ഇപ്പോൾ പറയുന്നത്. എന്താണ് ബി.ജെ.പി. സംസ്ഥാന ഘടകം ഈ വിഷയത്തിൽ ഇതുവരെ എടുത്തിട്ടുള്ള നടപടികൾ എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്? ആരെയും പ്രീണിപ്പിക്കാനും ആരെയും വെറുപ്പിക്കാനും, അത് ഏത് സമുദായം എന്നല്ല, ആരെയും ഒരു സമുദായത്തെയും വെറുപ്പിക്കാനും പ്രീണിപ്പിക്കാനല്ല ബി.ജെ.പിയുടെ ഉദ്ദേശം. ഇവിടെ കേരളത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തെ പ്രീണിപ്പിക്കുവാനായിട്ട് എന്തെങ്കിലും ബി.ജെ.പി. ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബി.ജെ.പിയുടെ നിലപാടിൽ ആകൃഷ്ടരായ ക്രൈസ്തവ സമൂഹം ബി.ജെ.പിയിലേക്ക് വരുന്നതിൽ കോൺഗ്രസും CPM-ഉം ആകുലത കാണിച്ചിട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളിലേക്ക് ആളുകൾ വരുന്നു എന്ന് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ആലോചിച്ചാൽ അതിന് കൃത്യമായ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ചിന്ത എങ്ങനെയെങ്കിലും നോർത്ത് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നാണ്. നോർത്ത് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. കാരണം എന്താണ്, ഏകവിഷയമായി എവിടെയെങ്കിലുമൊക്കെ എന്തൊക്കെയിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ നമുക്കറിയാം, ഇതൊന്നും ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് ഒന്നും അല്ല ഈ ഇത്ര ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് അല്ല ഈ മതപരിവർത്തനത്തിന്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, സഭയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം 1964 റോമൻ സബ്മിറ്റ്, ആ റോമൻ സബ്മിറ്റിൽ അതൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും ബോധ്യപ്പെടും, നിർബന്ധിത മതപരിവർത്തനത്തിന് ക്രൈസ്തവ സഭ എതിരാണ്. ക്രൈസ്തവ സഭ അത് സഭയ്ക്കുള്ളിൽ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് സഭയുടെ അജണ്ടയല്ല. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ? ഇതൊന്നും ക്രൈസ്തവ സഭയെ സംബന്ധിക്കുന്ന വിഷയങ്ങളല്ല. എന്നാൽ സഭാ മിഷണറിമാർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം എല്ലായിടത്തും ഉണ്ടാകണം. അത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ഓൾ ഇന്ത്യ ലെവലിൽ എവിടെയൊക്കെ ഉണ്ടോ, ഈ മതപരിവർത്തനം ഒഴിച്ചു നിർത്തിയാൽ സഭയ്ക്കുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്നിട്ടുള്ളൊരു കാര്യം, സിസ്റ്റർമാരുടെ വിഷയത്തിൽ അവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത്. കാരണം അവിടെ വലിയ രീതിയിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ ഈ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതുപോലെ ഈ മാവോയിസ്റ്റ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ ഒരാൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ അയാളെ ചോദ്യം ചെയ്ത് തുടങ്ങിയൊരു വിഷയമാണ് ഇങ്ങനൊരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ വരെ എത്തിയത്. അപ്പോൾ ആ സാഹചര്യം അത് സത്യസന്ധമല്ല, അല്ലെങ്കിൽ ആ വിഷയം, ആ കേസ് തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. കാരണം ഇന്നലെ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എത്തി നേരിട്ട് മൊഴി കൊടുത്തു. അപ്പോൾ അവരുടെ മൊഴിയിൽ അവരുടെ സമ്മതത്തോടു കൂടിയും ഈ കുട്ടികളുടെ സമ്മതത്തോടു കൂടിയും തന്നെയാണ് അവരവിടെ വന്നതെന്നും അവർ ജോലിക്ക് വേണ്ടിയാണ് കൊണ്ടുപോയതെന്നും ഇവരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് ജോലി മേടിച്ചു കൊടുത്തത് സിസ്റ്റർമാരാണെന്നും ആ സിസ്റ്റർമാരെ പുറത്തു വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരവിടെ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെയൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടും. പക്ഷേ ഇവിടെ നമുക്കൊരു ചെറിയ പ്രതിസന്ധി ഉള്ളത്, ഇതൊരു ജുഡീഷ്യൽ പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിന് പെട്ടെന്ന് ഇടപെടാൻ കഴിയും. പക്ഷേ ഇതിനകത്താകെയുള്ളൊരു പ്രശ്നം, ഇവർ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ റിമാൻഡ് കാലാവധിക്ക് മുമ്പ് ഇവിടെ ഇനി ജാമ്യാപേക്ഷ നൽകണം. ആ ജാമ്യാപേക്ഷയിൽ ഈ റെയിൽവേ പോലീസ് നൽകുന്ന അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം കിട്ടും. അത് ജുഡീഷ്യറിയുടെ തീരുമാനമാണ്. എങ്കിൽ പോലും ഇവർക്ക് ഈ വിഷയത്തിൽ ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ ഇപ്പോൾ CPM-ഉം കോൺഗ്രസും നടത്തുന്ന ഇപ്പോൾ ഒരു വർഗീയ മുന വെച്ചുകൊണ്ടുള്ള പ്രചാരണമുണ്ടല്ലോ. ഈ പ്രചാരണം ഒരുപക്ഷെ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതൊരുപക്ഷെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഭാവിയിൽ അറിയാം. പക്ഷേ അവർക്ക് നൽകുന്ന ഒരു മറുപടി എന്താണ്? പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രചാരണത്തിൽ ചില ക്രിസ്ത്യൻ വിശ്വാസികളെങ്കിലും ഒരു ന്യൂനപക്ഷ വേട്ട എന്നുള്ള രീതിയിലേക്ക് അവരുടെ മനം മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവരോട് പറയാനുള്ളൊരു മറുപടി? എന്താണ്? ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് കേരളം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പം കേരളമാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇവിടുത്തെ സഭയും സഭാപിതാക്കന്മാർക്കും ഈ വിഷയത്തിൽ BJP നടത്തിയ ഇടപെടൽ എന്താണ്, രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഇടപെടൽ എന്താണ്, ഞങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ കൃത്യമായ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കുടുംബത്തിന്, അവിടുത്തെ സിസ്റ്റേഴ്സിനും, അവരുടെ കോൺഗ്രിഗേഷന്, അവിടുത്തെ വൈദികർ,
അതുപോലെ ഇവിടെയുള്ള ആ സിസ്റ്റർമാരുടെ കുടുംബം, ഇവരെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാനാകാതെ ഇവിടെ നിന്ന് ആരോപണം പറയുന്ന ഇവരാണോ, അതോ എന്തെങ്കിലും ഇത്തരത്തിൽ ഇഷ്യൂസ് ഉണ്ടായാൽ മണിക്കൂറുകൾക്ക് തന്നെ അവിടെ ഇടപെടാൻ കഴിയുന്ന BJP ആണോ നാളെയുടെ ആവശ്യമെന്ന് ഇവിടുത്തെ ഒരു തലമുറയ്ക്കും സമൂഹത്തിനും ബോധ്യമുണ്ട്. മാത്രമല്ല ഈ എലിയെ പേടിച്ച് ഇല്ലം തൊടുന്ന സാഹചര്യമല്ല ഇവിടെ. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥയിൽ ഇവിടെ ഇടത് വലത് മുന്നണികൾ നടത്തുന്ന വലിയ പ്രീണന രാഷ്ട്രീയത്തെ വലിയ അസ്വസ്ഥതയോടുകൂടി കാണുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അതിനെ മറയ്ക്കാൻ, അതിനെ ഒളിച്ചു വെക്കുവാൻ, നമുക്കറിയാം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അറിയാമല്ലോ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ, അതായത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ചപ്പോൾ മറ്റേയാൾ തീവ്രവാദിയായ PDPയുടെ പിന്തുണ വാങ്ങിച്ചു. ഇതിനെയൊക്കെ ജനത്തിന് മുമ്പിൽ മറച്ചു പിടിക്കാൻ ഇത്തരം നോർത്ത് ഇന്ത്യൻ ഇഷ്യൂസ് ഇവർക്ക് ആവശ്യമാണ്. അത് മാത്രമാണ് ലക്ഷ്യം. കാരണം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇവർ നടത്തുന്ന രാജ്യവിരുദ്ധ വർഗീയ ശക്തികളോടുള്ള പ്രീണന നയം മറച്ചു പിടിക്കാൻ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളെ പർവ്വതീകരിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെ അജണ്ടയാണ്. ഇപ്പോൾ നമുക്കറിയാം ട്രെയിനിലുണ്ടായ ഒരു അപകടത്തെ തുടർന്ന്, അതായത് ഒരു സംഘടനയെ തുടർന്ന് മരിച്ച ഒരാൾക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കാനും അത് നേരിട്ട് നൽകാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സംഭവങ്ങളിൽ. ഇപ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? എന്താണ് അറിവ് ഇത് സംബന്ധിച്ച്? മുഖ്യമന്ത്രി അടക്കം എന്ത് നടപടി സ്വീകരിച്ചു? ഇല്ല, BJP ഒരു പ്രതിനിധി സംഘത്തെ തന്നെ അവിടെ അയച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 ദിവസമായി, ഏറെക്കുറെ ഒരു 60 മണിക്കൂറായി ഞങ്ങളെല്ലാം ഫുൾ ടൈം ഓൺലൈനിലാണ്, ഫുൾ ടൈം ഇതിൻ്റെ പുറത്താണ്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ഒരു കത്തയച്ചതല്ലാതെ ഇവിടുന്ന് അങ്ങനെ ഒരു മന്ത്രി അങ്ങോട്ട് അയക്കാൻ പറ്റില്ലേ? 2 സിസ്റ്റർമാർ അവിടെ പോയി ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരു മന്ത്രി എന്ന കാര്യങ്ങൾ ഇടപെടാമല്ലോ. ഇവരാരും ഒന്നും ചെയ്തില്ല. കോൺഗ്രസ് എന്തെങ്കിലും പാർലമെൻറ്റിൽ ചെയ്യുന്നു, അങ്ങോട്ടേക്ക് ഒരു കോൺഗ്രസ് പ്രതിനിധി സംഘത്തിനെ അയച്ച് ഇവർക്ക് നീതി ലഭ്യമാക്കാൻ പറ്റുന്ന നിയമസഹായം ചെയ്യാമല്ലോ. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചെയ്യാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യവും ചെയ്യാതെ വെറുതെ ഇപ്പോൾ നാളെ രാവിലെ ചെയ്യാൻ പോകുന്നത് എന്താ? നാളെ രാവിലെ ഈ സിസ്റ്റർമാരുടെ വീട്ടിൽ ചെന്ന് അനുശോചനം രേഖപ്പെടുത്തും. ഇവരുടെ പരിപാടി ഇതാണ്. ഒരു പണിയും ചെയ്യുകയില്ല, ഈ നാടിനൊരു ഗുണം ഉണ്ടാകുകയില്ല. അവിടെ ചെന്ന് ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുക, ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക. ഏതെങ്കിലും തരത്തിൽ ആളുകൾ BJP-യിലോട്ട് അടുക്കുന്നത് കാണുമ്പോൾ അതിനുള്ള അസ്വസ്ഥതയാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ BJP സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുമായി അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുമായും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായും ബന്ധപ്പെട്ട് അവരെ മോചിപ്പിക്കാനുള്ള നിയമപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രചാരണങ്ങൾ, അടുത്തിടെ തെരഞ്ഞെടുപ്പിലടക്കം ഇടതു വലതു മുന്നണികൾ സ്വീകരിച്ച രാജ്യവിരുദ്ധ പ്രീണനം അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഉത്തരേന്ത്യയിലുള്ള പലവിധ വിഷയങ്ങളും ഇത്തരത്തിൽ പെരുപ്പിച്ച് കാണിക്കുന്നത്. അതിൽ മുതലെടുത്ത് ഇവിടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് മനുവിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം.